ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അൺബോക്സിംഗ് ആണ്. അത് നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്, ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. മോഡലിൽ വരുന്നത് DWM-115. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗിങ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓർത്തു സൗണ്ടിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ 2 വ്ളോഗിലായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങ് സോൾവ് ചെയ്ത് നമ്മളൊരു മൈക്ക് അങ്ങ് വാങ്ങിച്ചു. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ബോയ BY-M5 എന്നൊരു മോഡലാണ് കാണിച്ചു തരാം. ഇതാണിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇത് കണക്ട് ചെയ്യണമെങ്കിൽ മറ്റേ ജാക്ക് വേണം ഇയർഫോണിൻ്റെ. അപ്പോൾ അത് എൻ്റെ ഫോണിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴും പിന്നെ പുറത്ത് പോകുമ്പോഴൊന്നും ഇതും കൊണ്ട് പോകാൻ പറ്റില്ല, കാരണം ഇതിങ്ങനെ തൂവലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാരണം അല്ലെങ്കിൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ്. സോ നമ്മൾ മൈക്രോഫോൺ വാങ്ങിയിട്ടുണ്ട്. ഇത് ഡിജിടെക്കിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അതിൻ്റെ അൺബോക്സിങ് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിത് ആദ്യം ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് കവറൊക്കെ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് നോക്കി. അതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ വാങ്ങിയത് എവിടെ നിന്നെന്ന് വെച്ചാൽ ഡിജിടെക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പക്ഷേ വാങ്ങിയത് ഡിജിടെക്കിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ്. ഇത് അത്യാവശ്യം പാക്കേജിങ് ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ആയിട്ട് പേപ്പർ കാണുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്. പിന്നെ വേറൊരു ബോക്സ് ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. നമ്മുടെ മൈക്രോഫോൺ ഡോക്ക് ചാർജ് ചെയ്യാനുള്ളൊരു Type-C ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 വിൻഷീൽഡ് വരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിൻ നോയ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 മൈക്രോഫോണുമായിട്ട് 2 വിൻഷീൽഡ് വരുന്നുണ്ട്. പിന്നെ 2 ക്ലിപ്പ് വരുന്നുണ്ട്, മാഗ്നറ്റിക് ക്ലിപ്പാണ്. ഇത് നമ്മുടെ മൈക്രോഫോണിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഒരു ലൈറ്റ്നിങ് ടു Type-C കൺവേർട്ടറാണ്. നമ്മുടെ ലൈറ്റ്നിങ് ചാർജിങ് ഇത് പോർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ Type-Cയിലോട്ട് കൺവേർട്ട് ചെയ്ത് മൈക്ക് റിസീവർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാർജിങ് Type-C കൺവേർട്ടർ വരുന്നുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെയിൻ യൂണിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലാണ് നമ്മുടെ മൈക്രോഫോണും റിസീവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്, ഡോക്ക് വരുന്നത്. ഇതിൻ്റെ സൈഡിൽ നമുക്കൊരു ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർട്ട് കാണുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ഈ മോണിറ്ററിലാണ് നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളിൽ ഒരു റിസീവർ, ഇത് നമ്മുടെ Type-C റിസീവറാണ്. നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു Type-C റിസീവറും പിന്നെ 2 മൈക്രോഫോണും കാണാൻ പറ്റും. കോയിൻ്റെ അത്ര വലിപ്പമുള്ള 2 മൈക്രോഫോണാണ് നമുക്കിതിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഈ മാഗ്നറ്റ് നമുക്ക് ഷർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇരുന്നോളും. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം വൃത്തികേടില്ലാതെ നല്ല സ്റ്റാൻഡേർഡായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അതാണ് ഈ മാഗ്നറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലൂടെ വരുന്ന ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന ക്ലിപ്പ്. നമുക്ക് നമ്മുടെ മൈക്രോഫോൺ എടുത്തിട്ട് ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഷർട്ടിലും ടീഷർട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇത് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാം. അതാണ് ഈ ക്ലിപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിൻഷീൽഡ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ കാറ്റിൻ്റെ കുറേ സൗണ്ടൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം ഇതാണ് അപ്പോൾ നമ്മുടെ ഈ വിൻഷീൽഡ് ഇട്ടിട്ട് വെച്ച ഉള്ളൊരു ലുക്ക് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ നോർമൽ ക്യാമറയുടെ മൈക്രോഫോണിൻ്റെ സൗണ്ടിൽ തന്നെയാണ്. ഞാനിതിലെ മൈക്ക് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ബോയും കണക്ട് ചെയ്തിട്ടില്ല, ഡിജിടെക്കും കണക്ട് ചെയ്തിട്ടില്ല. നമുക്കിനി നമ്മുടെ ഈ ഡിജിടെക്കിൻ്റെ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിജിടെക്കിൻ്റെ മൈക്രോഫോണിലാണ്. BWM-115 മോഡൽ മൈക്രോഫോണിലാണ്. ഇപ്പം നമുക്ക് ഈ റൂമിൽ അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ മോഡ്സ് എത്രത്തോളം ആക്റ്റീവ് ആവുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പം അത്യാവശ്യം സൗണ്ട് ഈ റൂമിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, TV-യിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓഫാണ്. അപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല നോയ്സ് ഇവിടെ ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ മോഡ് ആണ്. ഈ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാഫിക് സൗണ്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ മോഡ് എത്രത്തോളം ആക്റ്റീവ് ആവുന്നുള്ളത്.
ഓക്കെ, നമ്മളപ്പോൾ അതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മോഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. ഇതിപ്പം നോർമലാണ്, ഇത് നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓഫാണ്. നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്താൽ മതി. അതുപോലെ ഇതിന് മൂന്നാമത് വേറൊരു മോഡും ഉണ്ട്, റിവർബ് സൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഓൺ ആക്കണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊരു എക്കോ സൗണ്ട് എഫക്റ്റ് ആണ് കിട്ടുന്നത്. പാട്ട് പാടുന്നവർക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ വീണ്ടും തിരിച്ച് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ റിവർബ് മോഡ് ഓഫായി. അതുപോലെ സിംഗിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ മോഡ് ഓഫായി. ഇനി നമുക്ക് ഇത് മ്യൂട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മതി. കാണിച്ചു തരാം. അതുപോലെ വീണ്ടും ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പം അൺമ്യൂട്ട് ആവും. ഇപ്പം നമുക്ക് ഈ മ്യൂട്ട് ഓപ്ഷൻ വർക്ക് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പം കോപ്പിറൈറ്റ് അടിക്കാതിരിക്കാൻ മ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ മ്യൂട്ട് ആയിക്കോളും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന സംശയം, ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ക്യാമറയുടെ മൈക്രോഫോണിൽ കണക്റ്റ് ആവുമെന്നുള്ളതായിരുന്നു. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഒരു വേറെ സോഫ്റ്റ്വെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പക്ഷേ ഐഫോണിൽ അതിൻ്റെ ആവശ്യമില്ല. ഐഫോണിൻ്റെ സീരീസിലില്ല. നമുക്കിത് ധൈര്യമായിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഐഫോണിൻ്റെ ക്യാമറയിൽ തന്നെ ആ മൈക്രോഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇരിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസ് OnePlus Nord CE2 മോഡല്. അപ്പോൾ അതിൽ യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പൺ ക്യാമറയുടെ ആവശ്യമുണ്ട്. ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ എനിക്കതില്ലാതെ ഡയറക്റ്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ ഓപ്പൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ക്വാളിറ്റി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ചെറിയൊരു നമ്മുടെ ഒറിജിനൽ ക്യാമറയിൽ നിന്ന്, അതായത് ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, പറയത്തക്ക പോലെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഓപ്പൺ ക്യാമറയിലാണ്. സോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഡിജിടെക്കിൻ്റെ ഈ ഒരു മൈക്രോഫോൺ നമ്മുടെ DSLRലും സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോണിൽ ഓരോ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ധൈര്യമായിട്ട് നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വയർലെസ് റേഞ്ച് വരുന്നത് ഓൾമോസ്റ്റ് 30-40 മീറ്ററോളം കിട്ടുന്നുണ്ട്. നമ്മളത് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ അത് എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് ഞാൻ കറക്റ്റ് റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓഡിയോ ക്ലാരിറ്റി ഇതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വ്ളോഗേഴ്സിനാണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ ബിൽഡ് ഇൻ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാനിപ്പം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി പാക്കപ്പ് വരുന്നത് ഓൾമോസ്റ്റ് 6 hours ആണ് കമ്പനി പറയുന്നത്. അതിൻ്റെ കാര്യമൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ അപ് ടു 6 hours കണ്ടിന്യൂസ് വർക്കിങ്ങിൽ കിട്ടുമെന്നാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് Type C ചാർജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കണ്ടിന്യൂസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് Type C ചാർജർ അവർ ചാർജിങ് കേബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ തന്നെ റിയൽ ടൈം മോണിറ്ററിങ് വരുന്നുണ്ട്. ഒരു മോണിറ്റർ വരുന്നുണ്ട്. അതിൽ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഓവറോൾ ഇതൊക്കെയാണ് പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. സോ ഇതൊക്കെയുള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനിത് ഓൾമോസ്റ്റ് അത്യാവശ്യം വാങ്ങുന്നതിന് മുമ്പ് യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ്. നമുക്ക് ബഡ്ജറ്റിൻ്റെ ഇതിലും നമുക്ക് അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പം നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയൊരു സാധനം ഇതാണ് കിട്ടിയത്. സോ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഒന്നുകൂടെ ഇടുന്നതായിരിക്കും. നമുക്ക് അങ്ങനെയൊക്കെയാണ്. സോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ